നമസ്കാരം. ഈ അടുത്ത കാലത്ത് തെരുവ് നായ്ക്കളെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന പല വാർത്തകളും നമ്മൾ നിരന്തരം കാണാറുണ്ട്. മാധ്യമങ്ങൾ പലപ്പോഴും അനാവശ്യമായ ഭീതി പരത്തുകയും ഇത് നായ്ക്കൾക്കെതിരായ ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ഈ വിഷയത്തെ നായ്ക്കളെ അനുകൂലിക്കുന്ന ചില എലീറ്റ് സമൂഹവും നിരത്തിലൂടെ നടക്കുന്ന സാധാരണക്കാരൻ തമ്മിലുള്ള ഒരു പോരാട്ടമായാണ് പലരും ചർച്ച ചെയ്യുന്നത്. തെരുവ് നായകളുടെ ആക്രമണം നേരിടുന്ന മനുഷ്യരാരാണ്? ഒരിക്കലും എലൈറ്റ് ക്ലാസ്സിലുള്ള പ്രിവിലേജിലിരിക്കുന്ന മനുഷ്യരല്ല. ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഈ നായ്ക്കളുടെ ആക്രമണം ഏറ്റുവാങ്ങുന്നത്. പിന്നതാ ഇതേമാതിരി ശാസ്ത്രീയപരമായ മണ്ടത്തരവും വൃത്തികേടും പറയുന്ന ഇഷാദ് ഹുസൈൻ കൈപ്പള്ളിയെ പോലെയുള്ള എസംഗികൾ പറയുന്നുണ്ട്. സ്ട്രേ ആനിമൽസ് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ മീറ്റ് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ്. അത് ഹ്യൂമനായിട്ട് അതിനെ കള്ള് ചെയ്ത് ആ മീറ്റ് കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായ മീറ്റാണെങ്കിൽ സർട്ടിഫൈ ചെയ്ത് അത് കഴിക്കുന്ന ക്വിസീനിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇതിന് ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കൊല്ലുക, വിഷമിടുക, ഈവൻ കാസ്ട്രേറ്റ് ചെയ്യുന്നതിന് ചിലവാണ്, ഭക്ഷിക്കുക. വന്ധീകരണം ചെയ്യുന്ന ചെലവ് കൂടിയ മാർഗമാണെന്നും അതിനെക്കാട്ടിലും ചെലവ് കുറഞ്ഞ മാർഗം കൊന്നു തിന്നുന്നതാണെന്നുള്ള ഈ ശാസ്ത്ര പ്രചാരകന്റെ ക്ലെയിം യഥാർത്ഥ ശാസ്ത്രം എന്താണ് പറഞ്ഞത്, സയന്റിഫിക് റിസർച്ചുകൾ, WHO എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. തെരുവ് നായ്ക്കളെ സ്കൂളുകളിൽ, ആശുപത്രികളിൽ, എന്തിന് പൊതു ഇടങ്ങളിൽ തന്നെയും മാറ്റി പാർപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് വന്നപ്പോൾ കോടതി സാധാരണക്കാരെ സംരക്ഷിച്ചു എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 6 മുതൽ 9 കോടി വരെ, അതായത് ഏകദേശം 60 മുതൽ 90 മില്യൺ വരെ തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ രാജ്യത്തുടനീളമുള്ള ആനിമൽ ഷെൽട്ടറുകളുടെ പരമാവധി കപ്പാസിറ്റി വെറും 60 ലക്ഷം, അതായത് 6 മില്യൺ മാത്രമാണ്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു സുപ്രധാന ചോദ്യമുണ്ട്. ഈ 60 ലക്ഷം എന്ന കപ്പാസിറ്റി യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാണോ? ആനിമൽ വെൽഫെയർ ബോർഡിന്റെ മീറ്റിംഗ് രേഖകളും കോടതി നിരീക്ഷണങ്ങളും വ്യക്തമാക്കുന്നത് ഈ കണക്കുകൾ പലപ്പോഴും വെറും കടലാസിൽ മാത്രമാണെന്നാണ്. മിക്ക ഷെൽട്ടറുകളിലും കുറഞ്ഞ എണ്ണം നായ്ക്കളെ പോലും പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ലെന്നും ഉള്ളവ തന്നെ അവയുടെ യഥാർത്ഥ കപ്പാസിറ്റിക്ക് വളരെ താഴെയാണ് പ്രവർത്തിക്കുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ കോടതി സാധാരണക്കാരെ രക്ഷിക്കുകയാണോ ചെയ്യുന്നത്, അതോ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ നായ്ക്കളെ മാറ്റിപ്പാർപ്പിച്ച് ജനങ്ങളെ കൂടുതൽ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുകയാണോ ചെയ്യുന്നത്? തെരുവ് നായ്ക്കളെ മുഴുവനായി കൊന്നൊടുക്കുകയോ മാറ്റിപ്പാർപ്പിക്കുകയോ ചെയ്യുന്നതാണോ ഇതിനൊരു പരിഹാരം? സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവുകൾ എന്തൊക്കെയാണ്? ഈ അവസ്ഥയ്ക്ക് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ സർക്കാരോ അതോ സമൂഹമോ? ഈ വീഡിയോയിൽ നമ്മൾ ഇത് വിശദമായി ചർച്ച ചെയ്യുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 2025-ലും 2026-ലുമായി സുപ്രീം കോടതി പ്രധാനമായ പല ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവയുടെ നാൾവഴികൾ ഒന്ന് നോക്കാം. ഓഗസ്റ്റ് 11, 2025 ഡൽഹി NCR മേഖലയിലെ മുഴുവനും തെരുവ് നായ്ക്കളെയും പിടിച്ച് ഷെൽട്ടറുകളിൽ മാറ്റാനും ഒരു കാരണവശാലും അവയെ തെരുവിലേക്ക് വിടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ലക്ഷക്കണക്കിന് നായ്ക്കൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഷെൽട്ടർ ഒരുക്കാൻ കഴിയില്ലെന്നും ഇത് പരോക്ഷമായി നായ്ക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് തുല്യമാകുമെന്നും വിമർശനങ്ങൾ ഉയർന്നു. ഓഗസ്റ്റ് 22, 2025 പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കോടതി ഈ ഉത്തരവ് തിരുത്തി. ആനിമൽ ബർത്ത് കൺട്രോൾ, അതായത് ABC നിയമപ്രകാരം വന്ധീകരണവും വാക്സിനേഷനും കഴിഞ്ഞ നായ്ക്കളെ അവയെ പിടികൂടിയ പ്രദേശത്ത് തന്നെ തിരികെ വിടാൻ കോടതി അനുമതി നൽകി. എന്നാൽ അക്രമ സ്വഭാവമുള്ളതോ പേവിഷബാധയോ ഉള്ള നായ്ക്കളെ തിരികെ വിടാൻ പാടില്ലെന്ന് വ്യക്തമാക്കി. നവംബർ 7, 2025 കുട്ടികൾക്കും രോഗികൾക്കും സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകൾ, ആശുപത്രികൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഹൈവേകൾ എന്നിവിടങ്ങളിൽ നിന്നും നായ്ക്കളെ മാറ്റാൻ കോടതി ഉത്തരവിട്ടു. ഇവിടങ്ങളിൽ നിന്ന് പിടിക്കുന്ന നായ്ക്കളെ ഒരു കാരണവശാലും തിരികെ അതേ സ്ഥലത്ത് വിടാൻ പാടില്ല എന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചു. മെയ് 19, 2026 ഈ ഉത്തരവുകൾ സുപ്രീം കോടതി വീണ്ടും ശരിവച്ചു. ക്യാമ്പസുകളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് ആ നായ്ക്കൾ കടിക്കുന്നത് മൂലമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം, ടോട്ടിയസ് ലയബിലിറ്റി, ഉണ്ടാകുമെന്ന് കോടതി വ്യക്തമാക്കി. കൂടാതെ എല്ലാ ജില്ലകളിലും ABC സെന്ററുകൾ തുടങ്ങാനും നിർദ്ദേശിച്ചു. നായ്ക്കളെ കൊന്നൊടുക്കുന്നതോ കൂട്ടത്തോടെ ഷെൽട്ടറിലേക്ക് മാറ്റുന്നതോ ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് രോഗാരോഗ്യ സംഘടനയും ശാസ്ത്രീയ പഠനങ്ങളും വ്യക്തമാക്കുന്നു. കോടതിയുടെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ സാധാരണക്കാരെ കൂടുതൽ അപകടത്തിലാക്കാൻ കാരണമാകുന്ന പ്രധാന കാരണങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് നോക്കാം. 1. ഹെൽത്ത് സെക്ടർ, ആരോഗ്യമേഖല. നായ്ക്കളെ കൊന്നൊടുക്കുന്നത് പേവിഷബാധ, റാബീസ് കുറയ്ക്കാൻ സഹായിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനോട് ഉപമിക്കാം.
ഡോക്ടർ നിർദ്ദേശിക്കുന്ന 5 ദിവസത്തെ ആന്റിബയോട്ടിക് കോഴ്സ് നമ്മൾ ഒരു ദിവസം മാത്രം കഴിച്ചു നിർത്തിയാൽ എന്ത് സംഭവിക്കും? ബാക്ടീരിയയ്ക്ക് ആ മരുന്നിന് പ്രതിരോധശേഷി ലഭിക്കുകയും പിന്നീട് അവയെ നശിപ്പിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാകുകയും ചെയ്യും. സമാനമായ അവസ്ഥയാണ് നായ്ക്കളെ തെരുവിൽ നിന്ന് മാറ്റുമ്പോഴും സംഭവിക്കുന്നത്. അധികൃതർ നായകളെ പിടികൂടുമ്പോൾ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന, മനുഷ്യരുമായി ഇണക്കമുള്ളതും വാക്സിൻ എടുത്തതുമായ നായ്ക്കളെയാണ് ആദ്യം പിടിച്ചു മാറ്റുന്നത്. ഇതിന്റെ ഫലമായി തെരുവിൽ അവശേഷിക്കുന്നത് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള, മനുഷ്യരുമായി ഇണങ്ങാത്ത, ആക്രമണ സ്വഭാവമുള്ള നായ്ക്കളായിരിക്കും. തുടർന്ന് ഈ ഇണങ്ങാത്ത നായ്ക്കൾ പെറ്റുപെരുകയും അവയുടെ കുട്ടികളെ മനുഷ്യരുമായി ഇടപഴകാൻ അനുവദിക്കാതെ ഒളിപ്പിച്ചു വളർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പുതിയ തലമുറയെ മനുഷ്യരുമായി യാതൊരു ഇണക്കവുമില്ലാത്ത, വാക്സിൻ എടുക്കാത്ത, വന്ധീകരിക്കാത്ത നായ്ക്കളായി വളരുന്നു. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഇണക്കമുള്ള നായ്ക്കളെ മാറ്റിയതുകൊണ്ട് ബാക്കിയുള്ള ഭക്ഷണവും മറ്റും വളരെ എളുപ്പത്തിൽ ലഭിക്കുമെന്നൊരു കാരണം ഇവയുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് പോപ്പുലേഷൻ റീബൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇണക്കമുള്ള നായ്ക്കളെ മാറ്റുന്നത് കടിയേൽക്കുന്ന കേസുകൾ കൂടാനും പേവിഷബാധ വർദ്ധിക്കാനും മാത്രമേ കാരണമാകൂ. മാത്രമല്ല, ഒരു സ്ഥലത്ത് നിന്ന് നായ്ക്കളെ മാറ്റുമ്പോൾ അവിടെ ഒരു ശൂന്യത, ഡെമോഗ്രാഫിക് വാക്വം ഉണ്ടാകുന്നു. ഇത് നികത്താൻ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും വാക്സിൻ എടുക്കാത്ത പുതിയ നായ്ക്കൾ ഇവിടേക്ക് കൂട്ടത്തോടെ വരികയും രോഗവ്യാപനവും കൂട്ടുകയും ചെയ്യുന്നു. ഫൈനാൻഷ്യൽ, സാമ്പത്തിക പ്രശ്നങ്ങൾ. നായ്ക്കളെ പൂർണ്ണമായി മാറ്റി പാർപ്പിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന ഈ നായ്ക്കളെ പാർപ്പിക്കാൻ കുറഞ്ഞത് 77,000 പുതിയ ഷെൽട്ടറുകളെങ്കിലും നിർമ്മിക്കണം എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ ഭീമമായ നിർമ്മാണ ചെലവുകൾ പുറമെ ഷെൽട്ടറുകളിലാക്കുന്ന നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ ഒരു ദിവസം നായ്ക്കൾക്ക് വെറും 40 രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും പ്രതിവർഷം 22,000 കോടിയിലധികം രൂപ ചെലവ് വരും എന്ന് സുപ്രീം കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേവലം ഭക്ഷണത്തിന്റെ മാത്രം ചെലവാണ്. അപ്പൊ മാറ്റി പാർപ്പിക്കുന്നത് വളരെയധികം ചെലവേറിയ ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശാസ്ത്രപ്രചാരകനായ നിഷാദ് ഹുസൈൻ കൈപ്പള്ളി പറഞ്ഞതുമാതിരി കൊന്നൊടുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെലവ് കുറവായിരിക്കും എന്ന് കരുതിയാൽ നമുക്ക് തെറ്റ്. അതിന് കാരണം ഈ പേപ്പറിൽ തന്നെ പറയുന്നു. കൊന്നൊടിക്കാലും പുതിയ നായ്ക്കൾ പെറ്റുപെരുകുന്നതിനാൽ ഇതൊരു അവസാനമില്ലാത്ത സാമ്പത്തിക ബാധ്യത, സങ്ക് കോസ്റ്റ് ഫാലസി, ശാസ്ത്രീയമായ വന്ധീകരണം നടത്തുന്നതിനേക്കാൾ വളരെയധികം ചെലവേറിയതാണ് നായ്ക്കളെ കൊന്നൊടുക്കുന്നതും ഷെൽട്ടറിലേക്ക് അടയ്ക്കുന്നതും. എൻവയൺമെന്റൽ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ. തെരുവ് നായ്ക്കൾ നമ്മുടെ നഗര ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. മാലിന്യങ്ങൾ കുന്നുകൂടുന്നതാണ് നായ്ക്കൾക്ക് പെരുകാനുള്ള പ്രധാന കാരണം. കൃത്യമായ മാലിന്യ സംസ്കരണം ഇല്ലാതെ നായ്ക്കളെ മാത്രം പെട്ടെന്ന് മാറ്റിയാൽ അവിടെ എലികളും മറ്റ് പെരുകുകയും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നായ്ക്കളെ പോലെ മനുഷ്യരുമായി എളുപ്പത്തിൽ ഇണങ്ങുന്ന ജീവികളല്ല എലികളും പാമ്പുകളും തെരുവ് പൂച്ചകളും മറ്റും. അതുകൊണ്ട് തന്നെ ഇവയുടെ ജനസംഖ്യ നിയന്ത്രിക്കുക എന്നത് നായ്ക്കളെ അപേക്ഷിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ നായ്ക്കളെ മാറ്റുന്നത് കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മളെ എത്തിക്കൽ ധാർമ്മിക പ്രശ്നങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ലക്ഷക്കണക്കിന് നായ്ക്കളെ പിടിച്ച് ഷെൽട്ടറിലേക്ക് അടയ്ക്കുന്നത് അവ തിങ്ങി നിറഞ്ഞ അസുഖങ്ങൾ വന്നും പട്ടിണി കിടന്നും ചാവാൻ കാരണമാകും. നിലവിലുള്ള ചുരുക്കം ഷെൽട്ടറുകൾ അതിവേഗം നിറയുകയും തെരുവുകൾ നായ്ക്കളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയും പോപ്പുലേഷൻ റീബൗണ്ട് ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാനായി ഷെൽട്ടറുകളിലെ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ അധികൃതർ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. മാത്രമല്ല, വീണ്ടും പെരുകുന്ന നായ്ക്കൾ ആക്രമണത്തിന് ശാശ്വത പരിഹാരമായി കാണാൻ സർക്കാരിന് കഴിയാതെ വരുമ്പോൾ ഗതികെട്ട് സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങി നായ്ക്കളെ ക്രൂരമായി കൊന്നൊടുക്കാൻ തുടങ്ങും. ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ധാർമ്മിക രീതിയല്ല. ആരാണ് യഥാർത്ഥ ഉത്തരവാദികൾ? തെരുവ് നായ്ക്കളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കാൻ കാരണക്കാർ നായ്ക്കളല്ല, മറിച്ച് മനുഷ്യർ തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉദാഹരണത്തിന്, കേരളത്തിൽ കഴിഞ്ഞ 2 വർഷമായി നായ്ക്കളുടെ വന്ധീകരണത്തിനായി മാറ്റിവെച്ച 98.93 കോടി രൂപയിൽ വെറും 13.59 കോടി രൂപ മാത്രമാണ് ചെലവാക്കിയത്. കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, വയനാട് എന്നീ 4 ജില്ലകളിൽ ഒരു നായയെ പോലും ഈ കാലയളവിൽ വന്ധീകരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ ഏജൻസിയായ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം മുൻ സാമ്പത്തിക വർഷങ്ങളിൽ വന്ധീകരണത്തിനുള്ള ഗ്രാന്റ് ഫണ്ടുകൾ നൽകിയിട്ടേയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഈ പദ്ധതികളെ സർക്കാർ അവഗണിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. തെരുവുകളിലെ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് മറ്റൊരു പ്രധാന കാരണം ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തു നായ്ക്കളാണ്. അനധികൃതമായി നായ്ക്കളെ ബ്രീഡ് ചെയ്യുന്നവരും ഇതിന് കാരണക്കാർ തന്നെയാണ്. വില കൂടിയ നായ്ക്കളെ വാങ്ങി പിന്നീട് പരിപാലിക്കാൻ കഴിയാതെ വരുമ്പോൾ അവയെ തെരുവുകളിലേക്ക് തള്ളുന്നു. മൃഗങ്ങളെ ഒരു കച്ചവട ചരക്കായി മാറ്റുന്നതിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് വലിയ പങ്കുണ്ട്. കാഴ്ചയിൽ ഭംഗിയുള്ള വില കൂടിയ വിദേശ ബ്രീഡുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുകയും നാടൻ നായ്ക്കളെ തരം താഴ്ത്തുകയും ചെയ്യുന്ന പ്രവണത ഇവർ സൃഷ്ടിക്കുന്നു. ഇത് മൃഗങ്ങളെ വെറും ഒരു സ്റ്റാറ്റസ് സിംബലായി മാത്രം കാണാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു.
ലോകാരോഗ്യ സംഘടന പേവിഷബാധയെക്കുറിച്ചുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞത് നായ്ക്കളെ കൊന്നൊടുക്കുന്നത് അവയുടെ എണ്ണം കുറയ്ക്കാനോ രോഗം തടയാനോ ദീർഘകാലത്തിൽ സഹായിക്കില്ല എന്നാണ്. മാസ് കള്ളിംഗ് ഒരു പ്രതിരോധ മാർഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് WHO വ്യക്തമാക്കുന്നു. വന്ധീകരണവും വാക്സിനേഷനും ഒപ്പം ഉത്തരവാദിത്തമുള്ള നായ വളർത്തലും സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്നത് മാത്രമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ഏറ്റവും മികച്ചതും ചെലവ് കുറഞ്ഞതുമായ മാർഗം എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഗോവയിൽ 70% നായ്ക്കൾക്ക് കൃത്യമായ വാക്സിനേഷൻ നൽകുകയും മികച്ച ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യരിലെ പേവിഷബാധ മരണം പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ പെൺനായ്ക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രോഗ്രാമിലൂടെ വെറും 2.5 വർഷം കൊണ്ട് അവിടുത്തെ തെരുവ് നായ്ക്കളുടെ സാന്ദ്രതയിൽ 35.6% കുറവാണ് രേഖപ്പെടുത്തിയത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ വർഷങ്ങൾ നീണ്ട വന്ധീകരണ പ്രോഗ്രാമിലൂടെ നായ്ക്കളുടെ എണ്ണത്തിൽ 28%വും നായ കടിയേൽക്കുന്ന സംഭവങ്ങളിൽ 50%വും കുറവുണ്ടായി. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള ശാസ്ത്രീയമായ പോംവഴികൾ ഇവയാണ്: CNVR, ക്യാച്ച്, ന്യൂട്ടർ, വാക്സിനേറ്റ് ആൻഡ് റിട്ടേൺ. നായ്ക്കളെ പിടിച്ച് വന്ധീകരിക്കുകയും വാക്സിൻ നൽകുകയും ചെയ്ത ശേഷം പിടിച്ച സ്ഥലത്ത് തന്നെ തിരികെ വിടുക. ഇത് കൂട്ടപ്രതിരോധ ശേഷി നിലനിർത്താനും സഹായിക്കും. മാലിന്യ സംസ്കരണം. തെരുവുകളിൽ അലക്ഷ്യമായി മാലിന്യം തള്ളുന്നത് കർശനമായി തടയുക. അഡോപ്റ്റ്, ഡോണ്ട് ഷോപ്പ്. വില കൊടുത്ത് വാങ്ങാതിരിക്കുക, ദത്തെടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്: ആയിരങ്ങൾ കൊടുത്ത് ബ്രീഡർമാരിൽ നിന്നും വിദേശ നായ്ക്കളെ വാങ്ങുന്നതിന് പകരം നമ്മുടെ തെരുവുകളിൽ നിന്നോ ആനിമൽ ഷെൽട്ടറുകളിൽ നിന്നോ ഒരു നാടൻ നായ്ക്കളെ ദത്തെടുക്കുക. ഇത് തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുവാനും കച്ചവടവൽക്കരണം തടയാനും സഹായിക്കും. ഉത്തരവാദിത്തമുള്ള നായ വളർത്തൽ. വളർത്തു നായകളെ തെരുവിൽ അലയാൻ അനുവദിക്കുന്നതും മൈക്രോ ചിപ്പുകൾ വഴി രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ, അപ്രായോഗികമായി നായ്ക്കളെ കൊന്നൊടുക്കാനോ കൂട്ടത്തോടെ ഷെൽട്ടറിലേക്ക് അടയ്ക്കാനോ ശ്രമിക്കുന്നത് ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഫണ്ടുകളും കൃത്യമായി വിനിയോഗിച്ചാൽ ABC പ്രോഗ്രാമുകൾ നടപ്പിലാക്കുകയും ജനങ്ങൾ ഉത്തരവാദിത്തമുള്ള മൃഗപരിപാലനം ശീലിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്യുക. നന്ദി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒപ്രസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോയി ഒപ്രസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കാര്യം പറഞ്ഞില്ല. അതായത് വന്ധീകരണം നടത്തിയിട്ട് വിട്ടാൽ മാത്രം പോരെ, അപ്പോൾ പ്രശ്നങ്ങൾ തീർന്നില്ലെന്ന്. വന്ധീകരണം നടത്തിയാൽ തന്നെ നായകളെ പെറ്റുപെരുകുന്നത് കൂടത്തില്ല എന്നേ ഉള്ളൂ. ഇവിടെ കൂടിക്കിടക്കുന്ന നായകളുടെ ആക്രമണം അപ്പോഴും തുടരും. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രശ്നം ഷെൽട്ടർ ഹോംസ് സേഫ് അല്ല. തെരുവിൽ പിന്നെ അതിന് നല്ല ട്രീറ്റ്മെൻറ്റും കെയറും ആണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റും കെയറും ഒന്നും കിട്ടില്ല എന്ന് ബോധേഡാവുന്ന പ്രിവിലേജിൻ്റെ കൊടുമുടിയിലിരിക്കുന്ന ഈ മനുഷ്യർക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി സ്വയം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തൂടെ? ഇവർക്ക് അതിനുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, പ്രിവിലേജ് ഉണ്ട്, പണമുണ്ട്. ഇവരോട് തൽക്കാലം ഇതേ പറയാനുള്ളൂ. ഇതൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ, പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. വ്യക്തമായ ധാരണയില്ലാതെ വിമർശനമായിട്ട് മുമ്പോട്ട് വന്നാൽ ഇതേപോലെ വിവരക്കേട് വിളമ്പി വെക്കേണ്ടി വരും.